अच्छे लोगों को और अच्छी किताबों को हम जल्दी से समझ नहीं सकते। उसे समझने के लिए उसे अच्छे से पढ़ना पड़ेगा। नमस्कार दोस्तों, आप सभी को कोकोनट लेडी चैनल पर स्वागत है। आज हमारा दूसरा सेक्शन है। कल हमारे सेक्शन में हमने बात की थी कि कैसे अपने पड़ोसियों से बातें किए जाए, वो भी पूर्व निर्मित वाक्य और वाक्यांशों से, है ना। तो आज का सेक्शन क्या है जानना है ना आपको। നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾക്കറിയണ്ടേ ഇന്ന് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലാണ്. അതായത് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് നമ്മുടെ അയൽവക്കത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിനോട് അത്യാവശ്യം ഹിന്ദിയിൽ എങ്ങനെ സംസാരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളും ഫ്രേസസും ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് പഠിച്ചിരുന്നു അല്ലേ. അതിനായിട്ടാണ് ഇന്ന് നമ്മൾ സെക്കൻഡ് സെക്ഷനാണ്. നമ്മുടെ സെക്കൻഡ് സെക്ഷൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സ്ഥലത്ത് ചെന്നോ, ഇപ്പോൾ പുറം നാട്ടുകളിൽ എവിടെയെങ്കിലും ചെന്നോ, അവിടെ നമുക്കൊരു ഡെയിലി ഒരു ടാക്സിയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ചാൽ ആ ടാക്സിക്കാരനോട് എന്തൊക്കെ നമ്മൾ ചോദിക്കണം, എങ്ങനെ ആ സംഭാഷണം നീട്ടണം, അതായത് അത്യാവശ്യം വേണ്ട എന്നെ അവിടം വരെ കൊണ്ടുവിടുവോ, എത്ര രൂപയായി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതൊക്കെയാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. എല്ലാം അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ओके, तो आज हमारा विषय यह है कि कहीं हमें किसी ऑटो वालों से बात करनी पड़ी, ऑटो वाले भैया से वहाँ तक छोड़ने के लिए कैसे बोला जाए, कैसे उनसे बातचीत किया जाए, इसके बारे में आज का सेक्शन हम देखेंगे. तो क्या शुरू करें हमारा सेक्शन? तो ठीक है, ध्यान से सुनिएगा एक एक बात. ये भी आपको जैसे कि पूर्व निर्मित है, आपको एकदम से अगर आप याद करके रखेंगे तो आप पूछ सकते हो कभी भी अपने ഓട്ടോ भैया से. ठीक है, അപ്പോൾ തുടങ്ങിയാലോ. നമ്മൾ ഓരോ സെൻറ്റൻസും ഈ പറഞ്ഞ പോലെ പ്രീ ഫാബ്രിക്കേറ്റഡ് ആണ്. നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് നമുക്ക് ചോദിക്കാൻ എളുപ്പത്തിന്. ഓക്കെ, തുടങ്ങുകയാണേ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്, आपको ऑटो वाला भैया को बुलाना है. നിങ്ങൾക്ക് ഓട്ടോക്കാരൻ ചേട്ടനെ വിളിക്കണം. ऑटो भैया, भैया ऑटो ऐसे बुला सकते हो. ऑटो भैया ऐसे बुला सकते हो. ഓട്ടോ ഭയ്യ ചേട്ടാ, നമ്മൾ ഓട്ടോ ചേട്ടാ എന്ന് വിളിക്കത്തില്ലേ എന്ന് പറഞ്ഞല്ലോ. ഓട്ടോ ഭയ്യ ആവോ തോ, ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാം. और तब आपसे पहला प्रश्न पूछेगा, आपको कहाँ जाना है. അപ്പം നമ്മളോട് സ്വാഭാവികമായിട്ട് ആ ഓട്ടോക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടാവും, आपको कहाँ जाना है, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്. आपको कहाँ जाना है, ये आपसे पूछा जाएगा. ഇത് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ആ ഫ്രേസ് ഞാൻ പറഞ്ഞു തരുന്നത്. आपको कहाँ जाना है എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നാണ് ചോദ്യം. ഓക്കെ, आपको कहाँ जाना है, तो आप उसका उत्तर कैसे दोगे. അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങളെങ്ങനെ പറയും, നിങ്ങൾക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ സ്ഥലത്തിൻ്റെ പേരൊന്നെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് മാത്രമായിട്ട് പറയാം, അല്ലെങ്കിൽ എന്തു പറയാം, മുझे ബസ് സ്റ്റാൻഡ് തക് ഛോഡ് ദോ. ബസ് സ്റ്റാൻഡ് എന്ന് ഞാൻ പറഞ്ഞൊരു പ്ലേസാണ്, ഒരു സ്പോട്ടാണ്. നിങ്ങൾക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ സ്ഥലത്തിൻ്റെ പേര് ആ ബസ് സ്റ്റാൻഡ് എന്നുള്ള സ്ഥലത്ത് ആഡ് ചെയ്തിട്ട് ചോദിക്കാം. कैसे पूछोगे, मुझे बस स्टैंड तक छोड़ दोगे, भैया मुझे बस स्टैंड तक छोड़ दोगे, भैया मुझे बस स्टैंड तक छोड़ दोगे, അല്ലേ, എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടുമോ എന്ന് ചോദിക്കാം. അപ്പോൾ അവരുടെ ഇന്ന് തിരിച്ചൊരു ഉത്തരം വരും, ജി ജറൂർ, ഉറപ്പായിട്ടും എന്ന് പറയും. എന്നിട്ട് നമ്മൾ കയറുമ്പോഴേന് മുമ്പ് വേണമെങ്കിൽ നമുക്കല്ല ഇറങ്ങുമ്പോൾ നമുക്ക് ചോദിക്കാം, കിത്നെ റുപ്പേ ഹുവേ, कितने रुपए हुए, नहीं तो कितने पैसे होंगे, कितने पैसे हुए, എത്ര പൈസയായി, कितने पैसे हुए, कितने रुपए हुए, नहीं तो कितने पैसे हुए എന്ന് നമുക്ക് ചോദിക്കാം. എത്ര രൂപയായി എന്ന് ചോദിക്കാം. എത്ര രൂപയെന്ന് പറയുന്നു, 40 रुपए, 40 रुपीस, 50 रुपए, 50 रुपीस, എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന എമൗണ്ട് കൊടുക്കുക. ധന്യവാദ് ഭയ്യ, നമുക്ക് താങ്ക് യു പറയാം, ധന്യവാദ് ഭയ്യ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഡെയിലി നമുക്ക് അവിടുന്ന് ബസ് റൂട്ട് ഇല്ല, ബസ് സ്റ്റാൻഡ് വരെ നമുക്ക് ബസ് റൂട്ട് ഇല്ലാത്ത ഒരു സ്പേസാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇനി എന്നും ഓട്ടോ വേണം. ഇനി ഈ ചേട്ടനോട് എങ്ങനെ പറയും, ചേട്ടാ എന്നും എന്നെ ഈ ഒരു സമയത്ത് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ പറ്റുമോ എന്ന് നമുക്ക് ചോദിക്കണം. ഓക്കെ,
എങ്ങനെ ചോദിക്കും? അപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് ചോദിക്കാം, ഭയ്യ ക്യാ ആപ്പ് മുझे റോസ് ബസ് സ്റ്റാൻഡ് पर इस समय छोड़ सकते हो? അല്ലെങ്കിൽ भैया क्या मुझे रोज़ इसी वक्त बस स्टैंड पर छोड़ सकते हो? भैया क्या मुझे रोज़ इसी वक्त बस स्टैंड पर छोड़ सकते हो? എല്ലാ ദിവസവും ചേട്ടാ എന്നെ എല്ലാ ദിവസവും ഇതേ സമയത്ത് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ പറ്റുമോ എന്ന് ചോദിക്കാം. നമുക്ക് ഡെയിലി ഇപ്പോൾ വരേണ്ടതാണ്. അപ്പോൾ അവരോട് ഒരു ദിവസം കുറേ നേരം വെയിറ്റ് ചെയ്യുന്നിട്ടാണ് ആ ഓട്ടോ കിട്ടിയത്. ഇനിയിപ്പോൾ എന്നും ആ ഓട്ടോയ്ക്ക് തന്നെ എന്നെ ആ ഒരു കുറച്ച് ദൂരം ഒരു 2 കിലോമീറ്ററായി പോകേണ്ടേ ഉള്ളൂ. അപ്പോൾ ഓട്ടോയ്ക്ക് പോകാനേ നിവർത്തിയുള്ളെങ്കിൽ ആ ചേട്ടനോട് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചോദിക്കാം. എങ്ങനെ ചോദിക്കും? ഭയ്യ ക്യാ മുझे റോസ് ഇസി വക്ത് ബസ് സ്റ്റാൻഡ് पर छोड़ सकते हो എന്ന് ചോദിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ്, മിക്കവാറും നമ്മുടെ കയ്യിൽ ചേഞ്ച് ഉണ്ടാവാറില്ല അല്ലേ? ഭയ്യ മേരെ പാസ് छुट्टे नहीं हैं. छुट्टे नहीं हैं. मेरे पास छुट्टे नहीं हैं. भैया मेरे पास छुट्टे नहीं हैं. ചേട്ടാ എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല. ഭയ്യ മേരെ പാസ് छुट्टे नहीं हैं. എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല എന്ന് പറയാം. ഇനി നമ്മൾ ഡെയിലി പോയി വരുന്നവരാണ്, അതേ ഓട്ടോയിൽ പോകുന്നവരാണ്. അപ്പം ഒരു ദിവസം ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ചേട്ടാ അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത ദിവസത്തെ കണക്കിൽ നോക്കാം, അത് നമുക്ക് അടുത്ത ദിവസത്തെ കണക്കിൽ ബാലൻസ് ചെയ്ത് പോകാം എന്നെങ്ങനെ പറയും? भैया कल के हिसाब में देख लेंगे. भैया कल के हिसाब में देख लेंगे. कल हिसाब कर लेंगे. നാളെ നമുക്ക് കണക്ക് നോക്കാം, അല്ലെങ്കിൽ നാളെ നമുക്ക് കണക്കിൽ ചേർക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. എങ്ങനെയാണ് പറയാം? कल हिसाब कर लेंगे. भैया कल हिसाब कर लेंगे. भैया कल हिसाब कर लेंगे. നാളെ നമുക്ക് കണക്കിൽ ഓക്കെ ആക്കാം എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്യാവശ്യം ഓട്ടോക്കാരെ കാണുമ്പോൾ ഓട്ടോ ചേട്ടനെ വിളിക്കാനും അതെങ്ങനെ എത്ര രൂപയായി, എന്നെ കൊണ്ടുവിടാമോ, എന്നെ ഇന്നടത്ത് വിടാമോ, എത്ര രൂപയായി എന്നുള്ള അത്യാവശ്യം കാര്യങ്ങൾ, എന്നെ എന്നും ഇതേ സമയത്ത് കൊണ്ടുവിടാൻ പറ്റുമോ, പിന്നെ ഒരു കാര്യം കൂടെ, ഇനി നമ്പർ ചോദിക്കണം ആ ചേട്ടനെ ഡെയിലി എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യ്. ക്യാ മേ ആപ്സെ സമ്പർക്ക് കർ സക്താ ഹൂँ? क्या मैं आपसे कांटेक्ट कर सकता हूँ? आपसे रोज़ मुझे छोड़ने के लिए क्या आप अपना नंबर दे सकते हो എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. क्या मैं आपसे संपर्क कर सकता हूँ? ഞാൻ നിങ്ങളോട് കോൺടാക്റ്റ് ചെയ്തോട്ടെ എന്നെ എല്ലാ ദിവസവും കൊണ്ടുവിടാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, आज का सेक्शन कैसा रहा? आपको ऐसे इंटरेस्टिंग सेक्शंस और भी मैं अपलोड करूँगी. ज़रूर मेरा चैनल जो भी सब्सक्राइब भी नहीं किए बिना देख रहे हैं ज़रूर सब्सक्राइब किएगा और लाइक करिएगा, शेयर करिएगा, अपने दोस्तों को शेयर करके देखिएगा, जिससे उनको भी थोड़ा बहुत लाभ होने दो. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടോ? കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നെയ്ബേഴ്സിനോട് എങ്ങനെ സംസാരിക്കാമെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ അത്യാവശ്യം ഒരു ഓട്ടോ ചേട്ടനെ വിളിച്ചാൽ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ളത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു അല്ലേ? ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇനിയുള്ള കോൺവെർസേഷൻസും കാണാൻ ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടുകാർക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ അവർക്കും ഒരു ഹെൽപ്ഫുൾ ആവട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ.